നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി PV അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. വൻ ജനാവലിയോടെയാണ് അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത്. അതേസമയം അൻവർ നിലമ്പൂരിൽ പുതിയ രാഷ്ട്രീയ മുന്നണി രൂപീകരിച്ചിരിക്കുകയാണ്. ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്നാണ് പുതിയ മുന്നണിക്ക് നൽകിയിരിക്കുന്ന പേര്. തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടിയാണ് ഈ മുന്നണിയുടെ രൂപീകരണവും. നിലമ്പൂരിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു അൻവറിന്റെ ഈ നീക്കങ്ങളെല്ലാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പുതിയ മുന്നണിയുമായി PV അൻവർ മുന്നോട്ട് വന്നിരിക്കുകയായിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് കേരള കൺവീനറായ PV അൻവർ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയുടെ പേരിലാണ് മത്സരിക്കുന്നത്. കാർഷികം, തൊഴിൽ, വ്യാപാരം, സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള സംഘടനകൾ തനിക്ക് പിന്തുണ അറിയിച്ചതായി അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. കൂടാതെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരിക്കും മുന്നണിയുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ. തൃണമൂൽ കോൺഗ്രസിന് പുറമെയുള്ള വോട്ടുകൾ പാളയത്തിലേക്ക് എത്തിക്കുക എന്നത് ലക്ഷ്യമിട്ട് കൂടിയാണ് മുന്നണി രൂപീകരണം നടന്നിരിക്കുന്നത്. മൂന്നാം മുന്നണി രൂപീകരണം എന്ന വിശാല ലക്ഷ്യം കൂടി മുന്നിൽ കാണുന്നു എന്ന് വേണം പറയാൻ. നിരവധി ചെറിയ സംഘടനകൾ കൂടി മുന്നണിയുടെ ഭാഗമായേക്കും. കടുത്ത വിശ്വാസത്തോടു കൂടിയാണ് അൻവറിന്റെ റോഡ് ഷോ പോലും നടന്നു മുന്നേറിയത്. അണികൾക്ക് അങ്ങേയറ്റം ആത്മവിശ്വാസമാണ് ഒരു നേതാവെന്ന നിലയിൽ അൻവർ നൽകുന്നതും. അൻവറിന്റെ മറ്റൊരു ചൂടേറിയ പരാമർശം ഇതായിരുന്നു: LDF, UDF നേതാക്കൾ കാട്ടിക്കൂട്ടിയ പലതിന്റെയും തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും വേണ്ടി വന്നാൽ നിലമ്പൂർ അങ്ങാടിയിൽ TV വെച്ച് കാണിക്കുമെന്നുമാണ് പറഞ്ഞിരുന്നത്. തന്നെ വ്യക്തിഹത്യ ചെയ്യുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന VD സതീശനായാലും മുഹമ്മദ് റിയാസ് ആയാലും ആര്യടൻ ഷൗക്കത്ത് ആയാലും തലയിൽ മുണ്ടിട്ട് നിലമ്പൂരിൽ നിന്ന് ഓടി ഒളിക്കേണ്ട ഗതികേട് വരുമെന്നാണ് അൻവർ പറഞ്ഞത്. നവകേരള സദസ്സിന്റെ പേരിൽ കോൺട്രാക്ടർമാരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ മന്ത്രി മുഹമ്മദ് റിയാസ് ഭീഷണിപ്പെടുത്തി പിരിച്ചുവെന്നും അൻവർ ആരോപിച്ചിട്ടുണ്ട്. കരാറുകാരെ ഭീഷണിപ്പെടുത്തുന്നതിലെ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും അൻവർ പറഞ്ഞിരുന്നു. തന്നെ വഞ്ചകൻ എന്ന് വിളിച്ച മുഖ്യമന്ത്രിക്കുള്ള മറുപടി ചൊവ്വാഴ്ച വാർത്താ സമ്മേളനത്തിൽ പറയുമെന്നും കൂട്ടിച്ചേർത്തു. തന്നെ UDF-ൽ എടുത്താൽ പറവൂരിൽ തോൽപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് VD സതീശനെ അറിയിച്ചത് കൊണ്ടാണ് മുന്നണി പ്രവേശനം നടക്കാതെ പോയതെന്നും അൻവർ പറഞ്ഞിരുന്നു. മറ്റൊരു കാര്യം, LDF സ്ഥാനാർത്ഥിയായി M സ്വരാജ് എത്തിയതിനു പിന്നാലെ PV അൻവർ കൂടി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് UDF ക്യാമ്പിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് എന്നതാണ്. അൻവറിനെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്തേണ്ടതിനു പകരം കൂടുതൽ പ്രകോപിപ്പിച്ച് തിരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടിയായേക്കുമെന്നാണ് UDF ക്യാമ്പിന്റെ വിലയിരുത്തൽ. മുസ്ലിം ലീഗുകാർക്കിടയിൽ M സ്വരാജ് സ്വീകാര്യനായ നേതാവാണ്. ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാൻ തക്കവിധം മണ്ഡലത്തിൽ ജനകീയനായ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന്റെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുമോ എന്ന് ഭയപ്പെട്ടിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി PV അൻവറിന്റെ ഒരു എൻട്രി. ആര്യടൻ ഷൗക്കത്തിന്റെ നിലപാടുകളോട് വിയോജിപ്പുള്ള ലീഗ് അണികളുടെ വോട്ട് അൻവർ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ വന്നാൽ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം UDF-നായിരിക്കും കൂടുതൽ തിരിച്ചടിയാകുന്നത് എന്ന് കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതൃത്വങ്ങൾ ഭയപ്പെടുന്നുണ്ട്. UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിനെതിരെ മുസ്ലിം ലീഗിൽ അതൃപ്തിയുണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് LDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചാൽ ജയസാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ CPM തുടക്കം മുതലേ M സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നു. UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്വരാജുമായി സംസാരിക്കുകയും മത്സരിക്കാൻ തയ്യാറെടുക്കണമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ആര്യടൻ കുടുംബത്തോട് നിലമ്പൂരിലെ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് അടക്കം കടുത്ത വിയോജിപ്പുണ്ട്. ലീഗ് അണികൾക്കിടയിലും ഈ അതൃപ്തി രൂക്ഷമാണ്. ഇത് മനസ്സിലാക്കിയ നിലമ്പൂരിലെ CPM നേതൃത്വം പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ഷൗക്കത്തിനോട് അതൃപ്തിയുള്ള ലീഗ് വോട്ടുകളും നിഷ്പക്ഷ വോട്ടുകളും ഏകീകരിക്കാൻ കഴിവുള്ള സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ ജയസാധ്യതയുണ്ടെന്ന് CPM വിലയിരുത്തി കഴിഞ്ഞിരുന്നു. സ്വരാജ് മത്സരിക്കുന്നതിനോട് മുഖ്യമന്ത്രി പിണറായി വിജയനും താല്പര്യം അറിയിച്ചു കഴിഞ്ഞതാണ്. തുടർന്നായിരുന്നു CPM സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. സംഘപരിവാറിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന സ്വരാജ് മണ്ഡലത്തിലെ മുസ്ലിം വോട്ടുകൾ ഏകീകരിച്ചാൽ UDF-ന്റെ വിജയസാധ്യത കുറയുകയാണ് ചെയ്യുക. PV അൻവർ കൂടി വിഘടിച്ചു നിൽക്കുമ്പോൾ അതിനുള്ള സാധ്യതകൾ കൂടുതലാണെന്നും UDF ക്യാമ്പ് ആശങ്കപ്പെടുന്നുണ്ട്. നേതാക്കൾ കാട്ടിക്കൂട്ടിയ പലതിന്റെയും തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. വേണ്ടി വന്നാൽ അത് നിലമ്പൂർ അങ്ങാടിയിൽ TV വെച്ച് കാണിക്കും. ബ്ലാക്ക്മെയിൽ ഭീഷണിയായിരുന്നു അൻവർ മുഴക്കിയത്. നവകേരള സദസ്സിന്റെ പേരിൽ മുഹമ്മദ് റിയാസ് കോടികൾ പിരിച്ചെന്നും പറഞ്ഞിരുന്നു. കരാറുകാരെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖ തന്റെ കൈവശമുണ്ടെന്നും അൻവർ വ്യക്തമാക്കിയിരുന്നു. താൻ വ്യക്തിഹത്യ നടത്താനല്ല തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നതെന്ന് PV അൻവർ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് നാളെ നിലമ്പൂരിൽ തന്നെ മറുപടി നൽകുമെന്ന് PV അൻവർ ആഞ്ഞടിച്ചു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പുതിയ രാഷ്ട്രീയ മുന്നണിയും രൂപീകരിച്ചുകൊണ്ടായിരുന്നു അൻവറിന്റെ എൻട്രി. ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന പേരിലായിരുന്നു മുന്നണി രൂപീകരിച്ചത്.
നിലമ്പൂരിൽ ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യം ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയുടേതായിരിക്കുമെന്ന് PV അൻവർ പറഞ്ഞു. ആദ്യം പാർട്ടി ചിഹ്നം അത് ലഭിച്ചില്ലെങ്കിൽ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുമെന്നായിരുന്നു PV അൻവർ പറഞ്ഞിരുന്നത്. കൂടാതെ VD സതീശന്റെ മനസ്സിലും ശരീരത്തിലും അഹങ്കാരമാണെന്നും അൻവർ പറഞ്ഞിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ കൈപൊന്തിക്കാനുള്ള ആളുകൾക്ക് മാത്രമാകും കേരളത്തിൽ സീറ്റ് ലഭിക്കുകയെന്ന് PV അൻവർ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. VD സതീശൻ ഇന്നെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് അൻവർ പറഞ്ഞത്. എന്തുകൊണ്ടാണ് VS ജോയിയെ മാറ്റിയത്? ജോയി സതീശന്റെ ഗ്രൂപ്പ് അല്ല. 2026 വീണ്ടും സീറ്റിന് അവകാശവാദം ഉന്നയിക്കും. ജോയ് VD സതീശന് വേണ്ടി കൈപൊക്കില്ലെന്ന് അൻവർ പറഞ്ഞു. താൻ ഉയർത്തിയ പിണറായിസം, മരുമോനിസം, കുടുംബാധിപത്യം എന്നിവ ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകുമെന്ന് അൻവർ പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ വ്യക്തിഹത്യ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ പ്രതിരോധിക്കുമെന്നാണ് അൻവർ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിളിച്ചു വരുത്തിയതല്ലെന്ന് PV അൻവർ വ്യക്തമാക്കിയും കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വെട്ടിലാണ് കോൺഗ്രസിലെ അടുത്ത പണി. ഷാഫി എന്തിനാണ് കളവ് പറയുന്നത്? മുഖ്യമന്ത്രിയുടെ കറിവേപ്പില പരാമർശത്തിൽ മറുപടി നൽകിയ അൻവർ തന്നെ UDF കറിവേപ്പിലയാക്കിയെന്ന് മുഖ്യമന്ത്രിക്ക് നേരത്തെ ആര് വിവരം നൽകിയെന്നും ചോദിച്ചു. VD സതീശൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യം പറയുന്നു. അതെങ്ങനെ നടന്നുവെന്നും അൻവർ ചോദിക്കുന്നുണ്ട്. പുതിയ മുന്നണിയുമായായിരുന്നു അൻവർ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയത്. വരും ദിവസങ്ങളിൽ പ്രചാരണം വിപുലമാകുമെന്ന് എല്ലാ പാർട്ടികളും അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞു. മണ്ഡലം രൂപീകരിച്ച ശേഷം കൂടുതലും UDF-നൊപ്പം നിന്ന ചരിത്രമാണ് ഉള്ളത്. 4 തവണ ഇടതുപക്ഷത്തിനൊപ്പവും. വ്യക്തമായ മേൽക്കൈ ഇരുപക്ഷത്തിനും ഇല്ല എന്നതാണ് നിലമ്പൂരിനെ വ്യത്യസ്തമാക്കുന്നത്. ശക്തരായ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതിനാൽ ഇത്തവണ പോരാട്ടം കനക്കുമെന്ന വിലയിരുത്തലുകളാണ് പുറത്തുവരുന്നത്.